ആഫ്രിക്കൻ രാജ്യമായ ടുണീഷ്യയിൽ എല്ലാ വർഷവും നടന്നുവരുന്ന ഖോർജ എൽ മഡോണ എന്നറിയപ്പെടുന്ന ഒരു മരിയൻ പ്രദക്ഷിണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കത്തോലിക്കരും മുസ്ലിങ്ങളും ഒന്നിച്ചണിനിരക്കുന്ന ഒരു പ്രദക്ഷിണം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. രാജ്യത്തെ മതസഹിഷ്ണുതയ്ക്കും സഹവർത്തിത്വത്തിനും സാക്ഷ്യം വഹിക്കുന്ന ഒരു വലിയ വേദി കൂടിയാണിത്. ക്രൈസ്തവരുടെ എണ്ണം വളരെ കുറവുള്ള രാജ്യമാണ് ടുണീഷ്യ. 2010 തുടക്കത്തിൽ തീവ്ര ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഉയർന്നെങ്കിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പാരമ്പര്യത്തിന് ഇന്നും മാറ്റമൊന്നുമില്ലാതെ തുടരുന്നു. ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിലാണ് ടുണീഷ്യയ്ക്ക് വടക്കുള്ള ലാ ഗൗലൈറ്റിൽ ഈ പ്രദക്ഷിണം നടക്കുന്നത്. മുസ്ലിം പങ്കാളിത്തം ഈ പ്രദക്ഷിണത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ക്രിസ്ത്യാനികൾ ഏകദേശം 25,000 മുതൽ 30,000 വരെ മാത്രമുള്ള ന്യൂനപക്ഷം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്ത് ഖോർജ എൽ മഡോണ വലിയ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ട്രപാനിയിൽ നിന്നുള്ള സിസിലിയൻ കുടിയേറ്റക്കാർ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ രൂപം ടുണീഷ്യയിലേക്ക് കൊണ്ടുവന്നതോടെയാണ് ഈ പാരമ്പര്യം ആരംഭിക്കുന്നത്. ഇന്ന് ടുണീഷ്യക്കാർ അഭിമാനത്തോടെ പരിശുദ്ധ കന്യകാമാതാവിനെ ട്രപാനിക്കിൻ്റെ കന്യക, ടുണീഷ്യയിലെ കന്യക എന്ന് വിളിക്കുന്നു. എല്ലാ വർഷവും നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രദക്ഷിണത്തിനായി ഈ ദേവാലയത്തിൽ ഒത്തുകൂടുന്നത്. അക്രൈസ്തവരും ക്രിസ്ത്യൻ പ്രവാസികളും ആഫ്രിക്കൻ കുടിയേറ്റക്കാരും ഉൾപ്പെടെ നിരവധി പേരാണ് ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നത്. മറ്റാഫ്രിക്കൻ രാജ്യങ്ങളെപ്പോലെ ടുണീഷ്യയിലും ഇസ്ലാമിൽ നിന്ന് ക്രിസ്തുവിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രാദേശിക സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകൾ സ്ഥിരീകരിച്ചു. ടുണീഷ്യയിൽ മതപരിവർത്തനങ്ങളെ ക്രിമിനൽ കുറ്റമാക്കുന്നില്ലെങ്കിലും സാമൂഹിക വിലക്കുകൾ ടുണീഷ്യൻ മതപരിവർത്തനത്തിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്.